നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. രോഗവും രോഗകാരികളും. ഇതിൽ കോളറ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറി എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. പ്ലാഗ് രോഗത്തിന് കാരണമായിട്ടുള്ളത് എഴ്സീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. പ്ലാഗ് രോഗം ഉണ്ടാക്കുന്നത് എഴ്സീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. ഇനി മറ്റൊരു രോഗമാണ് കുഷ്ഠരോഗം, ലെപ്രസി എന്ന് പറയും അല്ലെ, കുഷ്ഠരോഗം അഥവാ ലെപ്രസി. മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ഒരിനം ബാക്ടീരിയയാണ് ഈ ഒരു കുഷ്ഠരോഗത്തിന് കാരണമാകുന്നത്. കുഷ്ഠരോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ് എന്തിന് കാരണമാവുന്നത്? ലെപ്രസി അഥവാ കുഷ്ഠരോഗത്തിന് കാരണമായിട്ടുള്ളത്. ഇനി ആന്ത്രാക്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ് എന്തിന് കാരണമാകുന്നു? ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്നു. ഇനി ന്യൂമോണിയ. ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എന്തിന് കാരണമാകുന്നത്? ന്യൂമോണിയ രോഗത്തിന് കാരണമാകുന്നത്. എലിപ്പനി ഉണ്ടാക്കുന്നത് ലാക്ടോസ്പൈറ ഇക്ടറോഹെമറാജിക്ക എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. വില്ലൻ ചുമ അഥവാ വൂഫിംഗ് കഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു വൂഫിംഗ് കഫ് ഉണ്ടാക്കുന്നത് ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. ബോർഡറ്റെല്ല പെർട്ടൂസിസ് ഓർത്ത് വെക്കുക. ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്തുണ്ടാക്കുന്നു? വില്ലൻ ചുമ ഉണ്ടാക്കുന്നു. ഇനി ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണ് ടെറ്റനസ് രോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി. ടെറ്റനസ് രോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ. ദെൻ ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് സാൽമണല്ല ടൈഫിയാണ്. സാൽമണല്ല ടൈഫിയാണ്. ക്ഷയരോഗം, ക്ഷയരോഗത്തിനെ നമുക്ക് എന്ത് പറയാം? ട്യൂബർകുലോസിസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. ഓർത്തു വെക്കാം, മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് എന്തിന് കാരണമാവുന്നത്? ക്ഷയരോഗത്തിന് കാരണമാകുന്നത്. ഇനി ബോട്ടുലിസം, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് എന്തിന് കാരണമാവുന്നത്? ബോട്ടുലിസത്തിന് കാരണമാവുന്നത്. സിഫിലിസ് രോഗത്തിന് കാരണമായിട്ടുള്ളത് ട്രെപ്പോലിമ പെല്ലിഡം എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ് എന്തിന് കാരണമായിട്ടുള്ളത്? സിഫിലിസ് രോഗത്തിന് കാരണമായിട്ടുള്ളത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ഷയരോഗത്തെ കുറിച്ച് പറഞ്ഞെങ്കിലും ചില പോയിന്റ്സും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുണ്ട്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗമാണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഇതിന് കാരണമാകുന്നത്? ക്ഷയരോഗത്തിന് കാരണമാകുന്നത്. ക്ഷയരോഗം ഏത് ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? നമ്മുടെ ലങ്സിനെ അഥവാ നമ്മുടെ ശ്വാസകോശത്തെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്ഷയരോഗം ബാധിക്കുന്നത്. ഇനി ക്ഷയരോഗികൾക്ക് നൽകുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഡോട്ട്സ്, ഡയറക്ട്ലി അബ്സോർബ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. ഡോട്ട്സ്. ഓക്കെ. ദെൻ ഈ ഡോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ചികിത്സാ രീതിയെ പറയുന്ന മറ്റൊരു പേരാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി. എന്താ പറയുന്നത്? മൾട്ടി ഡ്രഗ് തെറാപ്പി. ഇപ്പൊ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറഞ്ഞാലും ഡോട്ട്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ക്ഷയരോഗികൾക്ക് നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ്. ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG. ഓക്കെ, ക്ഷയരോഗത്തെ പ്രതിരോധിക്കാനായിട്ട് നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായിട്ടുള്ള രോഗം കൂടിയാണ് ക്ഷയരോഗം. ഓർത്തു വയ്ക്കുക, ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് ഏതാണ്? ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ. ദെൻ ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറസ് രോഗങ്ങളെ കുറിച്ചാണ്. വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. നോക്കാം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയുള്ള സൂക്ഷ്മ ജീവികളാണ് അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളാണ് എന്താ? നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറസിന്റെ പ്രത്യേകത എന്താ? വൈറസിന്റെ പുറമെ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും, പ്രോട്ടീൻ ആവരണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ
ഈ ഒരു കൊറോണ വൈറസ് ഒക്കെ ഉള്ള ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം കൈ കഴുകുന്നത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വൈറസ് നമ്മുടെ കയ്യിൽ അഥവാ ഉണ്ടെങ്കിൽ വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് നശിച്ചു പോകും. അപ്പൊ ഈ ഒരു പ്രോട്ടീൻ കോട്ടാണ് ശരിക്കും എന്തുണ്ടാക്കുന്നത്? രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ വൈറസുകളിൽ എല്ലാ വൈറസുകളുടെയും പുറമെ എന്തുണ്ടായിരിക്കും? പ്രോട്ടീനിന്റെ ഒരു ആവരണം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതില് വൈറസുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. ഇതിൽ RNA ആണ് ജനിതക വസ്തുവെങ്കിൽ അവയെ നമുക്ക് റിട്രോ വൈറസുകൾ എന്ന് പറയാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക. RNA ആണ് ജനിതക വസ്തുവെങ്കിൽ നമ്മൾ പറഞ്ഞു വൈറസുകളുടെ ജനിതക വസ്തു ഒന്നെങ്കിൽ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. അതിൽ RNA ആണ് ജനിതക വസ്തുവെങ്കിൽ അത്തരം വൈറസുകളെ നമുക്ക് റിട്രോ വൈറസുകൾ എന്ന് പറയും. നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ ആ ഒരു ഇനം അല്ലെങ്കിൽ റിട്രോ വൈറസുകളാണ്. കൊറോണ വൈറസിന്റെ ഒക്കെ ജനിതക വസ്തു അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. വന്യജീവികളിൽ നിന്നും മനുഷ്യരിൽ എത്തുകയും വന്യജീവികളിൽ നിന്നും വൈൽഡ് ആനിമൽസിൽ നിന്നും മനുഷ്യരിൽ എത്തി പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്ത ഒരു രോഗമാണ് എബോള രോഗം എന്ന് പറയുന്നത്. ഈ ഒരു എബോള രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിമ്പാൻസികളിലൂടെ അതുപോലെ തന്നെ വവ്വാലുകൾ അല്ലെ, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ഉണ്ട്, പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ, ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു വൈറസ് രോഗമായിട്ടുള്ള എബോള പകരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൊറോണ രോഗത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു കൊറോണ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സെഷൻ തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇവിടെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. കൊറോണ എന്ന് പറയുന്ന രോഗം നമുക്കറിയാം, ഇത് റിപ്പോർട്ട് ചെയ്തത് ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് അല്ലെ. അപ്പോ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തെ COVID-19 എന്ന് നാമകരണം ചെയ്തു. എന്നാ ചെയ്തത്? 2020 ഫെബ്രുവരി 11 കൊറോണ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തെ COVID-19 എന്ന് നാമകരണം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ചില പ്രധാന വൈറസ് രോഗങ്ങളുടെ പേരുകളാണ്. വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാ നോക്കാം. ഒട്ടുമിക്ക പനികളും വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പനികളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് വൈറസുകളാണ്. പലതരത്തിലുള്ള പനികളുണ്ട് അല്ലെ, നമുക്കറിയാം പലതരത്തിലുള്ള പനികളുണ്ട്. അപ്പൊ ഈ പനികളെല്ലാം ഉണ്ടാക്കുന്നത് ഏത് സൂക്ഷ്മാണുവാണ്? വൈറസുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസിൽസ്, യെല്ലോ ഫീവർ, ചിക്കൻ ഗുനിയ, എബോള, സാർസ് രോഗം, ഇൻഫ്ലുവൻസ, വസൂരി, പോളിയോ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത് വൈറസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ റാബിസ്, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്, പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി, ഇതെല്ലാം വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോ ഇതില് ഓർത്തു വെക്കേണ്ട ഒരു പ്രത്യേക പോയിന്റ് ആണ് നമ്മുടെ ജലദോഷം. റൈനോ വൈറസുകളാണ് ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസുകൾ. റൈനോ വൈറസുകളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത് അല്ലെ, കോമൺ കോൾഡ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു കോഡ് വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. DYSP MR ഹംസ ICCC. അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ രോഗങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. കാരണം താഴെ തന്നിട്ടുള്ളതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്, ആ രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പൊ ഓപ്ഷൻസ് കണ്ടാൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ട് വൈറസ് രോഗങ്ങളുടെ ആ ഒരു പേരുകളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കുരങ്ങുപനി അഥവാ മങ്കി ഫീവർ എന്ന് പറയും. ഇത് ഉണ്ടാക്കുന്നത് ഫ്ലാവി വൈറസുകളാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. കുരങ്ങുപനി ഉണ്ടാക്കുന്നത് വൈറസ് ആണ്, ഫ്ലാവി വൈറസ്. KFD വൈറസ് എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. അപ്പൊ കുരങ്ങുപനിക്ക് കാരണമായിട്ടുള്ളത് KFD വൈറസ് അഥവാ ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനി അഥവാ ഡെങ്കി ഫീവർ, ഓക്കെ, ആൽഫ വൈറസ്, അതുപോലെ തന്നെ അർബോ വൈറസ്, IgM വൈറസ്, ഇതെല്ലാം എന്തിന് കാരണമാവുന്നു? ഡെങ്കിപ്പനിക്ക് കാരണമാവുന്നു. സാർസ് രോഗം കൊറോണ വൈറസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. പന്നിപ്പനി H1N1, പക്ഷിപ്പനി ബേർഡ് ഫ്ലൂ എന്ന് പറയും അല്ലെ,
H5N1 ആണ് ഇതിന് കാരണമാവുന്നത്. ഓക്കെ, ദെൻ പോളിയോ വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പൊ അതിനെതിരായിട്ട് പോളിയോ വാക്സിൻസ് ഒക്കെ കുട്ടികളിൽ നൽകാറുണ്ട്. ദെൻ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് പോക്സ് വൈറസ് എന്നും നമ്മൾ പറയാറുണ്ട്. മറ്റൊരു പേരാണ് വാരിസെല്ല സോസ്റ്റർ. എന്താണ് വാരിസെല്ല സോസ്റ്റർ? ചിക്കൻ പോക്സിന് കാരണമായിട്ടുള്ള വൈറസ് പോക്സ് വൈറസ് എന്ന് പറയാറുണ്ട്. മറ്റൊരു പേര് വാരിസെല്ല വൈറസ്. ഓക്കെ, വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമായിട്ടുള്ളത്. ചിക്കൻ ഗുനിയ, ചിക്വി വൈറസ്, എയ്ഡ്സ് HIV വൈറസ് ആണ്. ഓക്കെ, എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് HIV വൈറസ് ആണ്. ദെൻ മുണ്ടിനീര് മംസ് ഉണ്ടാക്കുന്നത് മിക്സോ വൈറസ് ആണ്. എബോളോ വൈറസ് ആണ്. ദെൻ വസൂരി ഉണ്ടാക്കുന്നത് സ്മോൾ പോക്സ് ഉണ്ടാക്കുന്നത് വേരിയോള വൈറസ് ആണ്. ജലദോഷം കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് റൈനോ വൈറസ് ആണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു റൈനോ വൈറസ് ആണ്. അഞ്ചാം പനി അഥവാ മീസിൽസ് എന്ന് പറയുന്ന തരത്തിലുള്ള പനി ഉണ്ടാക്കുന്നത് റൂബിയോള വൈറസ് ആണ്. ദെൻ എയ്ഡ്സ് രോഗത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എയ്ഡ്സ് രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു HIV അണുബാധയാണ് അല്ലെ. HIV എന്ന് പറയുന്ന വൈറസ് പ്രവേശിക്കുമ്പോഴാണ് എയ്ഡ്സ് രോഗം ഉണ്ടാകുന്നത്. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിൽ. 1981 അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലുക് മൊണ്ടേഗിയർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. 1983 ആദ്യമായിട്ട് 1983 ആദ്യമായിട്ട് HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് 1981 എന്നാൽ HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേഗ്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 1983 എന്നുള്ള ആ ഒരു ഇയറും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. HIV വൈറസിന്റെ ജനിതക ഘടകം എന്ന് പറയുന്നത് RNA ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ RNA ജനിതക ഘടകമായി വരുന്ന വൈറസുകളെ നമുക്ക് എന്ത് പറയാം? റിട്രോ വൈറസുകൾ എന്ന് പറയാം. RNA ജനിതക വസ്തുവായി വരുന്ന വൈറസുകളെ പറയുന്ന പേരാണ് റിട്രോ വൈറസ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. ഓക്കെ, ചെന്നൈയില് 1986 ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ചെന്നൈയിലാണ് 1986 എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. 1987 പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ വേൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. ഇന്ത്യയിലാണെങ്കിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? നമ്മുടെ ചെന്നൈയിലാണ്. ഓക്കെ, കേരളത്തിലാണെങ്കിലോ കേരളത്തില് പത്തനംതിട്ടയിലാണ് ആദ്യമായി 1987 എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കുക. ആദ്യം പോളിയോ വിമുക്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം നമുക്കറിയാം. എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. 1988 തൊട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. എയ്ഡ്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ചുവന്ന റിബണാണ്, റെഡ് റിബണാണ് അല്ലെ. എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എലൈസ ടെസ്റ്റ്, ദെൻ അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, സദേൺ ബ്ലോട്ടിംഗ്, ദെൻ നേവ ടെസ്റ്റ്, PCR ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് രോഗം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ എലൈസ ടെസ്റ്റ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ എസ്സേ എന്നാണ് എലൈസയുടെ എക്സ്പാൻഷൻ വരുന്നത്. എലൈസ ടെസ്റ്റ്, അതിൽ എലൈസ എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ എസ്സേ. ഓക്കെ, ദെൻ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് അഥവാ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, ദെൻ നേവ ടെസ്റ്റും റാപ്പിഡ് ടെസ്റ്റും PCR. ഇതെല്ലാം എയ്ഡ്സ് രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ്. ഓക്കെ, ദെൻ നമ്മുടെ എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ആദ്യ ടെസ്റ്റ്. HIV-യുടെ ആദ്യ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എലൈസ ടെസ്റ്റ് ആണ്. എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പൊ ഒരു വ്യക്തിക്ക് എയ്ഡ്സ് രോഗം ഉണ്ടോ എന്നുള്ളത്, ആ ഒരു രോഗത്തെ നിർണ്ണയിക്കാൻ ആദ്യം ഏതാ ചെയ്യുക? എലൈസ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്.
ഓക്കെ, പിന്നെ ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മുടെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തില് ധാരാളം രക്തകോശങ്ങൾ ഉണ്ട് അല്ലെ, ചുവന്ന രക്താണുക്കളുണ്ട്, അതുപോലെ തന്നെ ശ്വേത രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരം രക്തകോശങ്ങൾ നമ്മുടെ രക്തത്തിൽ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ശ്വേത രക്താണുക്കള്, അരുണ രക്താണുക്കള്, പ്ലേറ്റ്ലെറ്റുകള്. അപ്പൊ ഈ ഒരു ശ്വേത രക്താണുക്കൾ എന്ന് പറയുമ്പോൾ ശ്വേത രക്താണുക്കളിൽ ചിലതില് ചെറിയ ചെറിയ തരികൾ കാണും, കോശങ്ങളാണ് കേട്ടോ. അപ്പോ ശ്വേത രക്താണുക്കളുടെ ചെറിയ ചെറിയ കോശങ്ങളില് ചിലതില് തടികൾ കാണും, ചിലതില് തരികളില്ലാത്ത ശ്വേത രക്താണുക്കളും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ശ്വേത രക്താണുക്കളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം മോണോസൈറ്റുകള്, ലിംഫോസൈറ്റുകള്, ന്യൂട്രോഫില്, ഈസ്നോഫില്, ബേസോഫില് എന്നിങ്ങനെ നമ്മുടെ ശ്വേത രക്താണുക്കൾ WBCയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ WBCയിൽ വരുന്ന ഒരു ടൈപ്പാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വേത രക്താണുക്കളിൽ വരുന്ന ഒരു ടൈപ്പാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ലിംഫോസൈറ്റിനെയാണ് പ്രധാനമായിട്ടും എയ്ഡ്സ് ഉണ്ടാക്കുന്ന HIV വൈറസ് ബാധിക്കുന്നത്. അപ്പൊ ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ WBCയിൽ വരുന്ന ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുക, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആണ് ഇത്, ഇമ്മ്യൂൺ റെസ്പോൺസുകളെയാണ് ഇത് സംരക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു WBCയിൽ വരുന്ന ലിംഫോസൈറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു രോഗം നമ്മുടെ ലിംഫോസൈറ്റുകളെ ബാധിച്ചു കഴിഞ്ഞാൽ, HIV വൈറസ് ലിംഫോസൈറ്റുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാണ്ടാവും അല്ലെ. വരുന്ന എല്ലാ രോഗങ്ങളും, അല്ലെങ്കിൽ ഏത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാലും ആ രോഗാണു ഉണ്ടാക്കുന്ന അസുഖം ഈ ഒരു വ്യക്തിയിൽ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് എയ്ഡ്സ് രോഗികളില് ഏതൊരു രോഗം ആണെങ്കിലും, ഏതൊരു രോഗാണുവാണോ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു രോഗാണുവിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ രോഗത്തിന് അവർ കീഴടങ്ങും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള പല രക്തകോശങ്ങളും ഇങ്ങനെ പല രോഗാണുക്കളും ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തരത്തിലൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു എയ്ഡ്സ് രോഗിയുടെ കേസിൽ എങ്ങനെയാണ്? ലിംഫോസൈറ്റുകൾ എല്ലാം തന്നെ നശിച്ചു കഴിഞ്ഞു അല്ലെ, ലിംഫോസൈറ്റുകൾ എല്ലാം തന്നെ പ്രവർത്തനരഹിതമായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾക്ക് ഏത് രോഗാണുവാണോ പ്രവേശിച്ചത് ആ രോഗാണു ഉണ്ടാക്കുന്ന രോഗം വളരെ പെട്ടെന്ന് തന്നെ പിടിപെടുന്നു. ഓക്കെ, എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ ART എന്ന് പറയുന്ന ചികിത്സ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ രീതിയാണ് ART. ഇനി പ്രോട്ടോസോവ രോഗങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരില് വ്യക്തമായ മർമ്മം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു അല്ലെ, ബാക്ടീരിയകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? അവ പ്രോകാരിയോട്ടുകളാണെന്ന് പറഞ്ഞു. ബാക്ടീരിയകൾ, അതിനർത്ഥം എന്താ? ബാക്ടീരിയകളില് വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ പ്രോട്ടോസോവകളുടെ കേസിൽ അവർക്ക് വ്യക്തമായ ന്യൂക്ലിയസ് അഥവാ മർമ്മം ഉണ്ടായിരിക്കും. ഏകകോശ ജീവികളും കൂടിയാണ് കേട്ടോ പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത്. അപ്പോ മലമ്പനി എന്ന് പറയുന്ന രോഗം, മലമ്പനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള രോഗമാണ് അല്ലെ. അപ്പൊ അതൊരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമാണ്. ഓക്കെ, അപ്പൊ മലമ്പനി രോഗം നമ്മളെ പ്ലീഹയെയാണ് ബാധിക്കുന്നത്. സ്പ്ലീൻ എന്ന് പറയും. സ്പ്ലീൻ അഥവാ നമ്മുടെ പ്ലീഹയെയാണ് ബാധിക്കുന്നത്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലമ്പനിക്ക് കാരണമായിട്ടുള്ളത് ബാക്ടീരിയം വൈറസ് ഒന്നുമല്ല, അതൊരു പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ പറഞ്ഞാൽ ഒരു സൂക്ഷ്മജീവിയാണ്. ഓക്കെ, അതിന്റെ പേര് ഓർത്തു വെക്കുക, പ്ലാസ്മോഡിയം. വയറുകടി ബാധിക്കുന്നത് പ്രധാനമായിട്ടും ചെറുകുടലിനെയാണ്. വയറുകടിക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, വയറുകടി ബാധിക്കുന്നത് ചെറുകുടലിനെയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. ദെൻ ലോക കൊതുക് ദിനം ആഗസ്റ്റ് 20 ലോക മലേറിയ ദിനം ഏപ്രിൽ 25 മലമ്പനിയുടെ അപരനാമങ്ങൾ, മലമ്പനിക്ക് പറയുന്ന മറ്റ് പേരുകൾ കൂടിയുണ്ട്. പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു രീതിയിൽ, അതായത് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് അസുഖമാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് ഏത് അസുഖമാണ്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ മലമ്പനിയാണ്. മലമ്പനിക്ക് പറയുന്ന മറ്റു പേരുകളാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം, മാഷ് ഫീവർ. ഏതൊക്കെയാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം, മാഷ് ഫീവർ. മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് ക്വിനൈൻ. മലമ്പനിക്ക് കാരണം
അനോഫിലസ് കൊതുക് ആണെന്ന് കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് മലമ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ കൊതുകാണ്. ഇത് കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. ഓക്കെ, മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തിയുടെ പേരാണ് അലക്സാണ്ടർ. മലമ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത് അല്ലെങ്കിൽ മലമ്പനിയുടെ പാത്തോജൻ എന്ന് പറയുന്നത് അനോഫിലസ് കൊതുക്, അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് റൊണാൾഡ് റോസ്. ഓക്കെ, മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ഒരു ചക്രവർത്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക, അലക്സാണ്ടർ. ഇനി അടുത്തതായി പറയുന്നത് ചില രോഗങ്ങളും അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനുമാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയരോഗം, സാൾസ് രോഗം. ഒരിക്കൽ കൂടി പറയാം. ജലദോഷം നമുക്കറിയാം അല്ലെ, നമ്മൾ തുമ്മ അതൊക്കെ ചെയ്യുമ്പോൾ ജലദോഷം വന്ന ഒരു വ്യക്തി തുമ്മ, അതുപോലെ മൂക്കൊലിപ്പ്, ഇതെല്ലാം ഇതിന്റെ എല്ലാം എയറോസോൾസ് വേറൊരാളിലേക്ക് വായുവിലൂടെ വേറൊരാളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ആ രോഗം പകരുന്നത് അല്ലെ. ഇനി വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, സാൾസ്, ഈ രോഗങ്ങളെല്ലാം എങ്ങനെ പകരുന്നു? എയർബോൺ ഡിസീസസ് ആണ്, അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നോക്കാം. എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഇത് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.